ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു പുട്ടും കടല ഉണ്ടാക്കിയാലോ? ലെറ്റ്സ് ഗോ. കടലക്കറിക്ക് വേണ്ടിയിട്ട് നിർത്തേക്കുന്നത് 2 സബോള, 2 പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി. അപ്പോൾ നമുക്കിത് അരിയാം. അപ്പം തലേന്ന് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച കടല വെള്ളത്തിലിട്ട് വെച്ച് കറിക്ക് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നല്ലോണം വിസിലടിക്കേണ്ടി വരും. നമ്മൾ കഴുകി എടുത്തേക്കുന്ന ഇന്നലെ രാത്രിയിൽ വെള്ളത്തിലിട്ട് ഒന്നുകൂടെ കഴുകി എടുത്തേക്കുന്ന കടല ആഡ് ചെയ്യുന്നു. നമ്മൾ ചതച്ച് വെച്ചേക്കുന്നതിന്റെ പകുതി എടുത്ത് ആദ്യമേ ആഡ് ചെയ്യുന്നു. ബാക്കി നമുക്ക് അവസാനം കടുക് പൊട്ടിക്കാൻ വേണ്ടി. ബാക്കി നമ്മൾ കടുക് പൊട്ടിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന കറിവേപ്പില ആഡ് ചെയ്യുന്നു. ഇനി വേണ്ടത് മസാലയാണ്. നമുക്ക് എന്തൊക്കെ മസാല വേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്. ഉപ്പ് അധികം ഇടരുത്. ഉപ്പും മസാല ഇപ്പൊ അധികം ഇടണ്ട. കാരണം നമുക്ക് കടുക് പൊട്ടിക്കാൻ നേരത്ത് നമ്മൾ ഇനിയും മസാല ആഡ് ചെയ്തിട്ട് മസാലകളെല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ കടല വേവിച്ചെടുക്കണം. അപ്പം കടല വേവിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കണം. അപ്പം കടല വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. മസാലയും ചേർത്ത് എണ്ണ ചേർത്ത് ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതിന്റെ ഒപ്പം 2 കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട്. നമുക്കിനി അതൊരു 3 വിസില് അടിച്ചെടുക്കാം. കടല വേവുന്ന സമയത്ത് നമുക്ക് പുട്ടിനുള്ള സാധനം എടുക്കാം. നമുക്ക് ആദ്യമേ പുട്ടുപൊടി, അത് ഏതെങ്കിലും ബ്രാൻഡിന്റെ മതി. ഞാനിപ്പോൾ ഇവിടെ ഡബിൾ ഹോഴ്സിന്റെ എടുത്തേക്കുന്നത്. ഒരു നുള്ള് ജീരകം ഇടണം. ജീരകം ഇടേണ്ടവർക്ക് ഇട്ടാൽ മതി. കൂടാതെ ഉപ്പ്, ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി. നമ്മളിവിടെ എടുത്തേക്കുന്ന 2 കപ്പ് പുട്ടുപൊടിയാണ്. അപ്പം അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കുന്നു. അപ്പൊ നമ്മൾ രണ്ടാമത്തെ കപ്പ് വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് ഇതൊരു 5 to 10 മിനിറ്റ്സ് വെക്കണം. അപ്പോഴേ ഇത് നല്ലോണം ആവത്തുള്ളൂ. നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ചേക്കുവാണ്. ഇനി ഇതൊരു 5 to 10 മിനിറ്റ്സ് ഇതുപോലെ തന്നെ വെക്കണം. അത് കഴിഞ്ഞ് ഇത് നല്ല സ്മൂത്ത് ആവും. അപ്പം നമ്മൾ 10 to 15 മിനിറ്റ്സ് വെള്ളം ഒഴിച്ച് വെച്ചു. ഇപ്പം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കുക. നമുക്ക് പുട്ട് കയറ്റിയാലോ? നമുക്ക് ആദ്യമേ കുറച്ച് തേങ്ങ ഇടാം. കടുക് പൊട്ടിക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇടാം. നമ്മൾ കുറച്ച് മുമ്പ് ബാക്കി വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നു. വെച്ചിരിക്കുന്ന കറിവേപ്പില, സബോള, ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള മസാല എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മീറ്റ് മസാല. ഇത്രയും സാധനങ്ങളാണ് എടുത്തു വെച്ചേക്കുന്നത്. ഇത് നമുക്കിനി ആഡ് ചെയ്യാം. മസാലയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക.
ഉപ്പ് നോക്കി ആവശ്യത്തിനുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുക. കാരണം നമ്മൾ ആദ്യത്തെ കടല വേവിച്ചപ്പോഴത്തേന് അതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മസാല പച്ചമണമൊക്കെ മാറി ആയിട്ടുണ്ട്. ഇനി നമുക്കത് നേരെ കടലയിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ മസാല ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കടലക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുട്ട് എന്തായെന്ന് നോക്കാം.